നമസ്കാരം. പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ കൃത്യമായി പറയുകയാണ് എങ്കിൽ 3 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 3 ദിവസങ്ങൾക്ക് ശേഷം പുതുവർഷമാണ്. പുതുവർഷത്തിലേക്ക് ഏവരും പ്രവേശിക്കുമ്പോൾ വളരെയധികം പ്രതീക്ഷകളുണ്ട്. കാരണം 2024 ഒഴിവാക്കണം എന്ന് വിചാരിച്ചതായ കാര്യങ്ങൾ അല്ലെങ്കിൽ വന്നു ചേരേണ്ടതായ ആ കാര്യങ്ങൾ 2025 സംഭവിക്കും എന്ന പ്രതീക്ഷ പലർക്കുമുണ്ട്. എന്നാൽ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ സൗഭാഗ്യങ്ങൾ നിറയുന്ന ചില നക്ഷത്രക്കാരുണ്ട്. പ്രത്യേകിച്ചും 29, 30, 31 എന്ന ഈ 3 ദിവസങ്ങൾ ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് അത്രമേൽ സൗഭാഗ്യം നിറഞ്ഞ സമയമാകുന്നു. അതിനാൽ തന്നെ അവരുടെ ജീവിതത്തിലേക്ക് വളരെയധികം നേട്ടങ്ങൾക്ക് കാരണമാകുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാം. എന്തുകൊണ്ടാണ് ഇപ്രകാരം പരാമർശിക്കുന്നത് എന്ന് ആദ്യമേ മനസ്സിലാക്കാം. വേദ ജ്യോതിഷ പ്രകാരം നോക്കുമ്പോൾ പാപഗ്രഹങ്ങളാണ് രാഹുവും കേതുവും. ഈ 2 ഗ്രഹങ്ങളിലും ഉണ്ടാകുന്നതായ ഏതൊരു മാറ്റവും ഓരോ രാശിക്കാരെയും പല വിധത്തിൽ ബാധിക്കും. നിലവിൽ രാഹു മീനം രാശിയിലേക്ക് സമാന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. മീനത്തിൽ നിന്നും കുംഭത്തിലേക്ക് വരും ദിവസങ്ങളിൽ സഞ്ചരിക്കുന്നതുമാണ്. രാഹുവിൻ്റെ ഈ മാറ്റം ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം സമ്പത്തോ അല്ലെങ്കിൽ അനുകൂലമായ ഫലങ്ങളോ നൽകും. 18 വർഷങ്ങൾക്ക് ശേഷമാണ് രാഹുവിൽ നിന്നും ഈ നക്ഷത്രക്കാർക്ക് ഈ സൗഭാഗ്യങ്ങൾ തേടിയെത്താൻ പോകുന്നത്. ആ നക്ഷത്രക്കാരെ കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഭരണി നക്ഷത്രക്കാർക്ക് രാഹുവിന്റെ രാശിമാറ്റം മൂലം അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ധനവർദ്ധനവ് അല്ലെങ്കിൽ സമ്പത്തിൽ പ്രതീക്ഷിക്കാതെയുള്ള വർധനവ് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാവുന്നതായ സമയമാണ്. പല മേഖലകളിൽ നിന്നും നിങ്ങൾക്ക് ലാഭം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. സ്വത്ത് തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട്. കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഈ നക്ഷത്രത്തിന് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരാം. ബിസിനസ് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും കാര്യങ്ങൾ അനുകൂലമായി തീരും. കൂടാതെ വർഷത്തിന്റെ ഈ അവസാന ദിവസങ്ങളിൽ ധനപരമായ നേട്ടങ്ങൾ, സുഖകരമായ ജീവിതം, ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാം. പണം നിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ലഭിക്കുന്നതായ ആദായം നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്നതായ സാഹചര്യം ഉണ്ടാകാം. പഠനവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായ സമയമാകുന്നു. ശുഭകരമായ വാർത്തകൾ അല്ലെങ്കിൽ വളരെ കേൾക്കുവാൻ ആഗ്രഹിച്ചതായ ചില വാർത്തകൾ കടന്ന് വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങളുടെ കൈവശം ശിവക്ഷേത്രത്തിലെ ഭസ്മമോ അല്ലെങ്കിൽ മഞ്ഞളോ കയ്യിൽ കരുതുന്നത് കൂടുതൽ ഭാഗ്യദായകമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. കാരണം പല നെഗറ്റീവായ ഊർജങ്ങളെയും തരണം ചെയ്ത് ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ ഈ സമയം നിങ്ങൾക്ക് സാധിക്കും. മകീരം നക്ഷത്രക്കാർക്ക് ഈ അവസാന ദിവസങ്ങൾ, വർഷത്തിന്റെ അവസാന ദിവസങ്ങൾ വളരെ അനുകൂലമാണ്. കാരണം ഈ സമയം നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ തന്നെ പ്രവർത്തിക്കാനും വളരെയധികം സൗഭാഗ്യം നിറഞ്ഞ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാനും അല്ലെങ്കിൽ ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുക, ശുഭകരമായ വാർത്തകൾ തേടിയെത്തുക, ജോലിയുമായി ബന്ധപ്പെട്ട അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുക, ജോലി ലഭിക്കുക, ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാം. ധനപരമായ പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ പോലും അതൊരു പരിധിവരെ തരണം ചെയ്യുക. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ ഒരു പരിധിവരെ തരണം ചെയ്യുവാനോ സമയം നീട്ടിക്കിട്ടുവാനോ സാധ്യത കൂടുതലാകുന്നു. ജീവിതത്തിൽ ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. വച്ചടി കയറ്റം ഉണ്ടാകുന്നതായ ചില കാര്യങ്ങൾ, ബിസിനസ് പരമായ നേട്ടങ്ങൾ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ കാര്യങ്ങളും ഈ സമയം സംഭവിക്കാവുന്നതാണ്.
കൂടാതെ ഈ സമയം പ്രണയ സാഫല്യം, വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുക, ആഗ്രഹിച്ചതായ രീതിയിൽ തന്നെ സുഖകരമായ ജീവിതം കടന്നു വരിക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. കൂടാതെ ഈ സമയം പിന്തുണ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ആഘോഷപൂർവമായി പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതോ അല്ലെങ്കിൽ വളരെയധികം സന്തോഷം പകരുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനോ സാധ്യത കൂടുതലുള്ള ദിവസമാകുന്നു. പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയം. ഈ സമയം പ്രത്യേകിച്ചും കൈകളിൽ ഭസ്മം അല്ലെങ്കിൽ മഞ്ഞൾ തുടങ്ങിയ കാര്യങ്ങൾ സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ ദേവീക്ഷേത്രത്തിലെ കുങ്കുമമാണ് എങ്കിൽ കയ്യിൽ കരുതുന്നതും തൊടുന്നതും ഏറ്റവും ശുഭകരമാണ്. കാരണം നെഗറ്റീവായ ഊർജങ്ങളെ പൂർണ്ണമായും തരണം ചെയ്ത് ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അപകടങ്ങൾ ഒഴിവാക്കുവാൻ ഈ സമയം നിങ്ങൾക്ക് സാധിക്കും. പുണർദ നക്ഷത്രക്കാർക്കും അവസാന ഈ 3 ദിവസങ്ങൾ ഏറ്റവും അനുകൂലമാണ് എന്ന് തന്നെ പരാമർശിക്കാം. കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരേണ്ടതായ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ നിങ്ങൾക്ക് തടസ്സങ്ങളില്ലാതെ കൊണ്ടുവരുവാനോ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ രീതിയിലുള്ള ചില കാര്യങ്ങൾ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ മുന്നോട്ട് പോകുവാനോ സാധിച്ചു എന്ന് വരാം. വളരെ സന്തോഷം പകരുന്നതായ നിമിഷങ്ങൾ, മംഗളകരമായ കാര്യങ്ങളിൽ പങ്കെടുക്കുക, മനസ്സിന് സന്തോഷം പകരുന്നതായ കാര്യങ്ങൾ ചെയ്യുക, ആഗ്രഹിക്കുന്നതായ ഭക്ഷണം കഴിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സമ്മാനങ്ങൾ ലഭിക്കുക, അപ്രതീക്ഷിതമായി ധനം കൈകളിലേക്ക് വന്നു ചേരുക, തൊഴിലുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ, തൊഴിലുമായി ബന്ധപ്പെട്ട് വന്നു ചേരേണ്ടതായ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരേണ്ടതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ മനസ്സിന് സന്തോഷം പകരുന്നതായ ചില പ്രവൃത്തികൾ വേണ്ടപ്പെട്ടവരിൽ നിന്നും ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ജോലിയിൽ ഉയർച്ച, പുതിയ ജോലിക്കായുള്ള പരിശ്രമം ഫലം കാണുക, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാൻ സാധിക്കുക, പഠനത്തിൽ ആഗ്രഹിക്കുന്നതായ രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഒരു പരിധിവരെ ഒഴിവാകുന്നതായ ദിവസമാകുന്നു. കൈകളിലേക്ക് പണം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സാമ്പത്തികപരമായ നേട്ടങ്ങൾ ബിസിനസ് തൊഴിലുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെയെങ്കിലും ഒഴിവാക്കുവാൻ സാധിക്കുന്നതുമാണ്. പുതിയ ആശയങ്ങൾ മനസ്സിലേക്ക് കടന്നു വരാം. അത് പുതുവർഷത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ഈ സമയം പ്രധാനമായും വന്നു ചേരുന്നതായ ആ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുവാനും സൗഭാഗ്യം ഇരട്ടിപ്പിക്കുവാനും ദേവീക്ഷേത്രത്തിലെ കുങ്കുമം അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിലെ ഭസ്മം, മഞ്ഞൾ അല്ലെങ്കിൽ തുളസിയില കയ്യിൽ കരുതുന്നതും ഏറ്റവും വിശേഷമാണ്. നെഗറ്റീവ് ഊർജങ്ങളെ ഒഴിവാക്കുവാനും ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാനും ഈ സമയം നിങ്ങൾക്ക് സഹായകരമായി തീരും. ആയില്യം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന 3 ദിവസങ്ങളാണ് എന്ന് തന്നെ പരാമർശിക്കാം. വർഷാവസാനത്തിലെ ഈ 3 ദിവസങ്ങൾ ഇവർക്ക് മികച്ചതായി തീരും. നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുക, ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുക, പണം കൈകളിലേക്ക് വന്നു ചേരുക, മംഗളകരമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ താല്പര്യമുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കുക, ബഹുമാനം ലഭിക്കുന്നതായ കാര്യങ്ങൾ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പേരും പ്രശസ്തിയും വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ആഗ്രഹിച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. കഴിവിനനുസരിച്ച് തന്നെ പ്രവർത്തിക്കുവാൻ സാധിക്കുകയും അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യാം. പല പുതിയ ആശയങ്ങൾ മനസ്സിലേക്ക് കടന്നു വരികയും അത് പുതുവർഷത്തിൽ പ്രാവർത്തികമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യാം. ധനപരമായി ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ ഒരു പരിധിവരെയെങ്കിലും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരാം. യാത്രകൾക്കുള്ള സാധ്യതകളുണ്ട്. ആഗ്രഹിക്കുന്നതായ യാത്രകൾ നടത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. സുഖകരമായ ജീവിതം തന്നെ ഈ 3 ദിവസം നയിക്കുവാനുള്ള അവസരമാണ് വന്നു ചേരുക. പണം നിങ്ങളുടെ കൈവശം വന്നു ചേരുകയും കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ താൽക്കാലികമായാണ് എങ്കിലും ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഈ സമയം നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഉത്തമമാണ്. വന്നു ചേരുന്നതായ നെഗറ്റീവായ ഊർജങ്ങളെ
ദോഷകരമായ കാര്യങ്ങളെ ഒഴിവാക്കുവാൻ ഈ സമയം കയ്യിൽ അല്പം ഉപ്പ് കരുതുന്നതും കൂടാതെ തുളസിയില കയ്യിൽ കരുതുന്നതും ഏറ്റവും വിശേഷമാണ്. അതിനാൽ ഈ 3 ദിവസങ്ങളിൽ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വിശാഖം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക. കാരണം ഈ 3 ദിവസങ്ങൾ ഇവർക്ക് ഏറ്റവും അനുകൂലമാണ് എന്ന് തന്നെ പരാമർശിക്കാം. കാരണം ഈ സമയം വ്യക്തിപരമായ നേട്ടങ്ങൾ, അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ആഗ്രഹിക്കുന്നതായ ഭക്ഷണം കഴിക്കുവാൻ സാധിക്കും. ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് യാത്രകൾ ചെയ്യുവാൻ സാധിക്കും. മംഗളകർമ്മങ്ങളിൽ മറ്റ് കാര്യങ്ങളിൽ പങ്കെടുക്കുവാനും സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുവാനും സാധ്യത കൂടുതലാകുന്നു. ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുക, നിങ്ങളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കഴിവിനൊത്തു തന്നെ അവസരങ്ങൾ നിങ്ങൾക്ക് പ്രദർശിപ്പിക്കുവാൻ സാധിക്കും. കൂടാതെ നിരവധിയാർന്ന വ്യക്തികൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തേടിയെത്തുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ജോലി സ്ഥലത്തും അനുകൂലമായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില വിഷമങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ സന്തോഷവും സമാധാനവും വന്നു ചേരാം. ആഗ്രഹിക്കുന്ന യാത്രകൾ നടത്തുവാനുള്ള സാധ്യതകളുണ്ട്. ഈ 3 ദിവസങ്ങൾ നിങ്ങൾക്ക് പൊതുവിൽ സുഖകരമായ ജീവിതം വന്നു ചേരാം. കൂടാതെ ഈ സമയം മനസ്സിനെ അലട്ടുന്നതായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പണം നിക്ഷേപിക്കുവാൻ സാധിക്കുകയോ അല്ലെങ്കിൽ ധനം പല വഴികളിലൂടെ കൈകളിലേക്ക് വന്നു ചേരുകയോ ചെയ്യാം. നിക്ഷേപവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാവുന്നതായ സമയമാണ്. വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയം തന്നെയാകുന്നു. കച്ചവടവുമായി ബന്ധപ്പെട്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാവുന്ന 3 ദിവസങ്ങളാണ് മുന്നിലുള്ളത്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വന്നു ചേരുന്നതായ ദോഷഫലങ്ങൾ ഒഴിവാക്കുവാനും നെഗറ്റീവ് ഊർജങ്ങളെ ഒഴിവാക്കുവാനും കൈകളിൽ ഉപ്പ് കരുതുന്നതും തുളസിയില കരുതുന്നതും അല്ലെങ്കിൽ ദേവീക്ഷേത്രത്തിലെ കുങ്കുമമോ ശിവക്ഷേത്രത്തിലെ ഭസ്മമോ കയ്യിൽ കരുതുന്നത് വിശേഷമാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ ഈ സമയം നിങ്ങൾക്ക് സാധിക്കും. ഉത്രട്ടാതി നക്ഷത്രക്കാർക്കും ഈ ദിവസങ്ങൾ 3 ദിവസങ്ങൾ വളരെ അനുകൂലം തന്നെയാകുന്നു. സാമ്പത്തികപരമായ നേട്ടങ്ങൾ, വ്യക്തിപരമായ നേട്ടങ്ങൾ, ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ബഹുമാനം ലഭിക്കുക, കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പേരും പ്രശസ്തിയും വർദ്ധിക്കാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില ലഭിക്കുന്നതായ സമയം കൂടിയാകുന്നു. സാമ്പത്തിക പുരോഗതി വന്നു ചേരാം. അത് ബിസിനസ് പരമോ തൊഴിൽപരമോ ആകാം. കഴിവിനൊത്തുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ധനവരവ് അല്പം വർദ്ധിക്കാവുന്നതായ സമയമാകുന്നു. അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ധനം കൈകളിലേക്ക് വന്നു ചേരാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. ജോലി ചെയ്യുന്ന ഇടത്ത് തന്നെ സന്തോഷകരമായ നിമിഷങ്ങൾ, മനസ്സിനെ കുളിർമ നൽകുന്നതായ കാര്യങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സമ്പത്തിൽ വർധനവ് പ്രതീക്ഷിക്കാവുന്ന സമയമാകുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്നുണ്ട് എങ്കിൽ ഒരു പരിധിവരെ അനുകൂലമാകുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ പ്രണയ സാഫല്യം ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഈ സമയം നിങ്ങൾക്ക് വളരെ സന്തോഷം പകരുന്നതായ സമയം എന്ന് തന്നെ പരാമർശിക്കാം. ഇഷ്ട ആഹാരം പോലും നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. എന്നാൽ ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരേണ്ടതായ ചില ദോഷകരമായ ഫലങ്ങളെ ഒഴിവാക്കുവാനും ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കാനും കൈകളിൽ അല്പം ഉപ്പ് കരുതുന്നതോ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിലെ ഭസ്മമോ ദേവീക്ഷേത്രത്തിലെ കുങ്കുമമോ കയ്യിൽ കരുതുന്നതും ശുഭകരമാണ്. വന്നു ചേരേണ്ടതായ ആ ദോഷകരമായ ഫലങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഈ സമയം നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും.